മിനിസ്റ്റർ കെ രാജൻ തന്നെ ചേരുന്നു. മിനിസ്റ്റർ, ഗുഡ് മോർണിംഗ് എന്ന് പറയാൻ നിർവാഹമില്ല. കാരണം വയനാട്ടിൽ നിന്നും അത്രയധികം ഹൃദയഭേദകമായ കാഴ്ചകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യേണ്ടത് അവിടെ കുടുങ്ങിക്കിടക്കുന്നവരുണ്ടെങ്കിൽ അവരെ കണ്ടെത്തി പുറത്തെത്തിക്കുക എന്നതാണ്. അതിനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു. താങ്കൾ ഉൾപ്പെടെയുള്ളവർ അവിടെ തുടർന്നുകൊണ്ട് ആ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ദൗത്യം ഒന്ന് ചുരുക്കി പറയാമോ? 6 മണിക്ക് തന്നെ നമ്മുടെ ടീം അങ്ങോട്ട് തിരിച്ചിട്ടുണ്ട്. 4 ടീമുകളായിട്ടാണ് വിനീത ഇന്ന് നമ്മുടെ സുരക്ഷാ സംവിധാനത്തെ കൊണ്ടുപോകുന്നത്. ഓരോ ടീം വെവ്വേറെ പോകാതെ എല്ലാ ടീമുകളെയും മിക്സഡ് ആക്കി, അതായത് NDRF, DSC, ആർമി, ഫയർഫോഴ്സ്, പോലീസ്, ഇത് 4ഉം 5ഉം കൂട്ടി അതോടൊപ്പം അകത്ത് കുടുങ്ങിക്കിടക്കുന്ന ജീവനോടുള്ള ആളുകളെ കൊണ്ടുവരുന്നതിൽ ആരോഗ്യവകുപ്പിന്റെ കൂടി ചില ആളുകളെ കൂടി ഉൾപ്പെടുത്തിയ ഒരു ടീമാണ് ഇന്നലെ രാത്രി ഞങ്ങൾ ഫോം ചെയ്തിട്ടുള്ളത്. രക്ഷപ്പെടുത്തേണ്ടതായ ചില ആളുകളെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഉദാഹരണത്തിന് വട്ടവലയിലെ ഒരു മസ്ജിദിനകത്ത് ഉസ്താദ് ഉൾപ്പെടെ 10 പേരുണ്ട് എന്ന് നമ്മൾ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. അവരുമായിട്ട് നിരന്തരമായ കോണ്ടാക്റ്റിലാണ്. രാത്രി 1 മണിക്കും ഞാൻ അവരോട് ഫോണിൽ സംസാരിച്ചിരുന്നു. അവർ ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ എത്തുമെന്ന പ്രതീക്ഷയിൽ മാനസികമായിട്ടുള്ള ആരോഗ്യത്തോടെ ഇരിക്കുന്നുണ്ട്. അത്തരം ആളുകളെ എത്തിക്കാനുള്ള സ്കെച്ച് ഇന്നലെ രാത്രി തന്നെ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. NDRF ഇന്ന് രാവിലെ ആദ്യം പോകുന്നത് ആ രക്ഷാ ദൗത്യത്തിൽ ഒന്ന് ആ വട്ടവഴയിലെ മസ്ജിദായിരിക്കും. ആ വിധത്തിൽ തയ്യാറാക്കിയിട്ടുണ്ട്. ആ ടീമുകൾ അകത്തേക്ക് കയറിപ്പോകും. ഇന്നലെ ബെയിലി പാലം തയ്യാറാക്കാൻ വേണ്ടി മദ്രാസ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പ് വന്ന് പരിശോധന നടത്തി. അവരുടെ ഉപകരണങ്ങൾ ഇന്നലെ രാത്രിയോടുകൂടി കരമാർഗമുള്ളത് പോന്നിട്ടുണ്ട്. വിമാനമാർഗം എത്തേണ്ടത് രാവിലെ അവിടെ നിന്ന് പോരും. അതുകൂടി എത്തിക്കഴിഞ്ഞാൽ നമുക്കൊരു താൽക്കാലിക പാലത്തിന്റെ ഒരു ബെയിലി പാലത്തിന്റെ നിർമ്മാണം നടത്താം എന്നാണ് കരുതുന്നത്. ബെയിലി പാലം കൂടി വന്നാലേ ഇപ്പോഴത്തെ സാധ്യത അനുസരിച്ച് JCB, ഹിറ്റാച്ച് പോലെയുള്ള യന്ത്രോപകരണങ്ങൾ അങ്ങോട്ട് കടത്തിവിടാനാകൂ എന്നുള്ളതാണ് ഇന്നലെ രാത്രി കണ്ടിരുന്ന ഒരു കാര്യം. ഞാനിപ്പോൾ രാവിലെ ചുരന്മലയിലേക്ക് അവിടേക്ക് സൈറ്റിലേക്ക് പോകുകയാണ്. അവിടെ ഇനി വെള്ളം കുറച്ച് ചിലപ്പോൾ ഇന്നലെ രാത്രി തുടർച്ചയായി പെയ്ത മഴയിൽ ഒരു കുറവുണ്ടായതുകൊണ്ട് ഒഴുക്കൊന്ന് കുറഞ്ഞാൽ അങ്ങനെ കടത്താൻ പറ്റുമോ എന്നും, അതുപോലെ തന്നെ ഇപ്പോൾ UNCC ഉൾപ്പെടെയുള്ളവർ ആളുകൾ ശ്രമിച്ചുകൊണ്ട് പ്രാദേശിക ആളുകളുടെ സഹായത്തോടെ മറ്റൊരു വഴിയിലൂടെ യന്ത്രം കൊണ്ടുപോകാൻ പറ്റുമോ എന്നുള്ള കാര്യവും നോക്കുന്നുണ്ട്. യന്ത്രം കൂടി കടക്കാനിടയായി കഴിഞ്ഞാൽ കുറച്ചുകൂടി വേഗതയില പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും നല്ല ടീമായി വ്യത്യസ്തങ്ങളായിട്ടുള്ള ചുമതലകളെ ആളുകളെ ഏൽപ്പിച്ച് ഓരോ ക്യാമ്പുകൾ, ഡിസാസ്റ്റർ പ്രവർത്തനങ്ങൾ, അറിയിപ്പുകൾ, പോസ്റ്റ്മോർട്ടം, മോർച്ചറി സംവിധാനങ്ങൾ, ആളുകളെ തിരിച്ചറിയാനുള്ള സംവിധാനങ്ങൾ, ഇങ്ങനെ എല്ലാം തിരിച്ച് ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാർ, അസിസ്റ്റന്റ് കളക്ടർമാർ, സബ് കളക്ടർമാർ, അവരെല്ലാം വിന്യസിപ്പിച്ചുകൊണ്ട് ആ വിധത്തിലുള്ള ചുമതലകൾ ഇന്നലെ രാത്രി ഏറെ വൈകിയും നിശ്ചയിച്ചിട്ടാണ് രാത്രി 1 മണിയോടുകൂടി പിരിയുന്നത്. ആ വിധത്തിൽ 6 മണിക്ക് തന്നെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയാണ്. മിനിസ്റ്റർ, അറിയാം താങ്കൾ ഉൾപ്പെടെയുള്ളവർ ഉറങ്ങാതെ ഈ രക്ഷാദൗത്യത്തിന് നേതൃത്വം നൽകുകയാണ്. ഒറ്റ കാര്യം കൂടി, ഇതിൽ ഇപ്പോൾ എത്ര പേരുടെ മരണം സ്ഥിരീകരിച്ചു എന്നതാണ്? 135 ആയിരുന്നു നമുക്ക് നേരത്തെ തങ്ങളുടെ ഓഫീസിൽ നിന്ന് ലഭ്യമായ സ്ഥിരീകരണപ്പെട്ട നമ്പർ അത്ര തന്നെയാണ്. ബാക്കിയുള്ളത് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല, എങ്കിലും ചിലതുണ്ടാകും എന്ന് ഞങ്ങൾ കാണുന്നുണ്ട്. ഒരു പ്രതിസന്ധിയുള്ളത്, നിലമ്പൂരിൽ കുറേയധികം മൃതദേഹം എത്തിയിട്ടുണ്ടല്ലോ. അവിടെ ഒലിച്ചെത്തിയ മൃതദേഹം ആശുപത്രിയിലുണ്ട്. പലർക്കും അങ്ങോട്ടേക്ക് ബന്ധുക്കൾക്ക് എത്തിച്ചേരാൻ പ്രയാസമുണ്ട് ഇത് തിരിച്ചറിയുന്നതിന് വേണ്ടി. അപ്പോൾ അത് മേപ്പാടിയിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള സൗകര്യം ഒരുക്കാൻ കഴിയുമോ? അത്തരം ആവശ്യവും ഉയരുന്നുണ്ട്. ഇതിലൊരു ചെറിയ പ്രയാസമുണ്ട്. കാരണം എന്ന് വെച്ചാൽ കൊണ്ടുവരുന്നതിൽ വിരോധം ഉണ്ടായിട്ടല്ല, പക്ഷേ മൃതശരീരങ്ങൾ പലതും മുറിക്കപ്പെട്ടതും പ്രയാസപ്പെട്ടതും തിരിച്ചറിയാൻ പറ്റാത്തതും ഉൾപ്പെടെയുണ്ട്. അപ്പൊ അവരുമായി കിട്ടുന്ന ഏതെങ്കിലും വിധത്തിലുള്ള രേഖകൾ ബന്ധപ്പെടുത്തിയതിനു ശേഷം കൊണ്ടുവരാൻ കഴിയുമോ എന്നുള്ളതാണ് നോക്കുന്നത്. വിധത്തിലുള്ള ചില പ്രയാസങ്ങളുണ്ട്. മനസ്സിലായി മിനിസ്റ്റർ. എന്തായാലും താങ്കളെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായി വിളിക്കാം. താങ്ക് യു സോ മച്ച് ഫോർ യുവർ റിയാക്ഷൻ.